ഇപ്പതാ ഒരു പപ്സ് ഉണ്ടെന്നു കണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പിന്നെ ഇത് കേക്ക് ഉമ്മാന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം കേട്ടോ ഈ കാണിക്കുന്നത്. അടിപൊളിയല്ലേ? അടിപൊളിയായും ചെയ്തു. അപ്പം ഞാൻ അരീക്കോട് കൊറിയർ ഓഫീസിൽ രാവിലെ തന്നെ പോവാണ്. രാവിലെ അല്ല, ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നിൽക്കണം. പിന്നെ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. ഇപ്പതാ ഒരു പപ്സ് ഉണ്ടെന്നു അല്ല, എനിക്ക് ഇതാ പഴംപൊരി ഉണ്ട്. എനിക്കൊരു പപ്സ് ഒപ്പം പപ്പാൻ്റെ വക. എനിക്ക് പപ്സ് അതന്നെ, എനിക്ക് പപ്സും എനിക്കിതാ പഴംപൊരി. ഓരോന്ന് നിനക്കിതാ മരിച്ചു തരുമ്പോഴത്തേന് ഉമ്മക്ക് കൊടുക്കാതെ നല്ല ഉമ്മക്ക് ഇതപ്പം പഴംപൊരി ഉണ്ടെന്നു എനിക്ക് പപ്സ് കൊണ്ടത്. പഴംപൊരി കണ്ടുകൂടപ്പം ഞാൻ കട്ടെറിഞ്ഞ പഴംപൊരി എടുക്കണില്ല. എന്നാ ഉള്ളിവട എന്നാ ആണോ? നരിയോടെ വരുമ്പോൾ എന്താ ഉള്ളത്? നിങ്ങൾക്ക് എന്താ വേണം? അതും നമുക്ക് ഈ പത്തിരിയും കൊടുക്കാം. പിന്നെ ഇതും പിന്നെ പാലും ബൂസ്റ്റും ഇറക്കി പിന്നെ ചോറ് പപ്സ് കഴിച്ചാലില്ലേ സ്വസ്ഥതയോടെ കഴിക്കണം, അല്ലെങ്കിൽ മേലും ഡ്രസ്സിലൊക്കെ ആവും. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സംഭവം പറഞ്ഞാൽ ഇത് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഞാൻ പുറത്തു പോകുമ്പോൾ വാങ്ങി കഴിക്കൂല. എന്താ പറയുക, ഡ്രസ്സിലും മൊത്തൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു സംഭവമാണ്. വൃത്തികേടാണ്. നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കാനൊരു വീട്ടിലിങ്ങനെ സമാധാനത്തിൽ കഴിക്കാൻ പറ്റും ഏത് പപ്സ്. ഞാൻ എന്താ ഇറങ്ങാൻ നേരത്ത് ഉപ്പാൻ്റെ വകതാ കൊണ്ടുവരും. അപ്പം ഇടയ്ക്ക് 10 മണിക്ക് ഇതാ ഉമ്മാക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരാം. ചില ദിവസം കരിമ്പിൻ ജ്യൂസാണ്. കരിമ്പ് ജ്യൂസ് അധികം ഉണ്ടല്ലോ ഇപ്പം കുറച്ച് ദിവസമായിട്ട് എണ്ണകടി ഇപ്പൊക്കെ മടിയാ തോനെ വാങ്ങാൻ. എന്നാലും അന്ന വിചാരിച്ചു വാങ്ങിയാണ്. ഇപ്പോൾ ചുമ്പപ്പ അങ്ങനെയാണല്ലോ നമ്മളപ്പ. ഞാൻ പോയി വരാം അരീക്കോട്. എന്തെങ്കിലും കൊണ്ടേ ഒന്നും ഇത് വേണോ? ഗുലാം ജാം. ഗുലാം ജാം കിട്ടിയതൊന്നും അത് മധുരാണല്ലോ. അത് പറ്റും അങ്ങനെ കൊണ്ടുവരേണ്ടിയാണ്. ഗുലാം ജാം മധുരത്തിന്റെ എന്ത് ചോദിച്ചാലും ഇവിടെ പറ്റും. എരുവിന്റെ ആണ്. അത് പൂന്തിയല്ലേ ഉണ്ട്. പൂന്തിയാണ്ടമ്മ അത് പുതിയത് നല്ല രസമാണ്. ഇന്നാളെ നമ്മൾ വാങ്ങിയ പഴയതായിട്ടാ. അല്ല, ഞാൻ ഇന്ന് ഗുലാം ജാം ഉണ്ടേ വാങ്ങാം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടാക്കണ വാങ്ങാം, നമുക്ക് ഉണ്ടാക്കാതല്ലേ അല്ലേ? അതിന് പണിയെടുക്കാം. ഞാൻ പോയി വരാം. നമ്മൾ പണിയെടുക്കണ്ട. അല്ല, അത് ഞാൻ ഉണ്ടാക്കി തരണ്ട, അതാ നല്ല. എന്നാ ഞാനപ്പം ഗുലാം ജാമിൻ്റെ പൗഡറാണ് കേട്ടോ വാങ്ങിച്ചത്. നമുക്ക് വീട്ടിലുണ്ടാക്കാം സിമ്പിളായിട്ട്, കുറേ കഴിക്കാമല്ലോ. മറ്റേ കുറച്ച് വാങ്ങിക്കാൻ അത്യാവശ്യം എമൗണ്ട് വരും. ഈ പൗഡർ വാങ്ങിയത് ഉണ്ടാക്കി തരണ്ടേ? നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ഉണ്ടാക്കിയാൽ പോരെ. ഗുലാം ജാമിൻ്റെ കണ്ണമ്പ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം ഉള്ളിച്ചാറ്. ഇങ്ങനത്തെ ഉള്ളിച്ചാറോ? അതെങ്ങനെ? അതുമൊക്കെ ഇഷ്ടമാണ്. എനിക്കറിയാം മധുരമുള്ളതാണ്. ഐതനും എടുക്കാം. ഐതനും ഇഷ്ടം. എവിടുന്ന് വാങ്ങിയത്? ഞാൻ പുള്ളിച്ചാറാണ് ഇഷ്ടമില്ല. അതാ ഇന്നലെ ഫുള്ളി ആലും കുട്ടികൾ തിന്നിർത്തിന് ആൾമറയിൽ ആവശ്യമോ ഇത് അങ്ങനെയുണ്ട്. തൃപ്പതിയായില്ലേ? ഇതിൽ എന്തോ കുട്ടീന് തനി പുളിയല്ല, മാംഗോ. എന്താ മാങ്ങേൻ്റെ ഫോട്ടോ കൊടുത്തന്നെ. അല്ല, അടിച്ചാട്ടില്ല. ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതെന്തായാലും നിങ്ങൾക്ക് ഞാൻ നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കി തരും. അപ്പോൾ ഇതാ ഞാൻ ഉമ്മാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗുലാം ജാം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മിൽക്കി മിസ്റ്റിൻ്റെ ബൈ 1 get 1 ഫ്രീ ആണ്. ഇപ്പോൾ ഒന്നിന് 140 130 റേറ്റ്. അപ്പോൾ ഒന്ന് അതിൻ്റെ കൂടെ തന്നെ ഫ്രീ ഉണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ ഫേവറേറ്റ് സ്നാക്സിൽ പെട്ട സംഭവമാട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അത് റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ചതൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണമല്ലോ. പക്ഷേ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ഉമ്മാൻ്റെ ഇഷ്ടപ്പെട്ടൊരു സംഭവം ഞാൻ ഉണ്ടാക്കി കൊടുക്കാണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നമുക്കിത് ആക്കി വെക്കാം. അപ്പം ഞാനിതാ 2 പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിനും ഞാൻ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൗഡർ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പാൽപ്പൊടിൻ്റെ ഒക്കെ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാക്കറ്റ് എടുത്താലും മതി. ഞാനിവിടെ ഇത് എത്ര ഉണ്ടാക്കിച്ചാലും ഇവിടെ ഫിനിഷ് ആവും കേട്ടോ. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ്, അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിനത് ഇതാക്കി കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ.
ഉമ്മാന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം കേട്ടോ ഈ കാണിക്കുന്നത്. ഇല്ലമ്മ പാലിതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തില് പഴയ സാധനങ്ങളൊന്നും തിന്നൂല. സൗന്ദര്യത്തിന്റെ രഹസ്യം ഇതാ. പഴയ ഒരു സാധനം തിന്നൂല. ഫ്രിഡ്ജിന്റെ അറിഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? ആയിട്ടില്ല. ഉമ്മാന്റെ സ്പെഷ്യൽ സൗന്ദര്യ രഹസ്യം ഇതാ കാണിക്കുന്നത്. ചുളാണ്ടി ചോരോട്ടൊക്കെ ഉണ്ട്. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല, എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. ഇപ്പൊ 2 ദിവസമായിട്ട് നമുക്ക് തരലുമ്മ ചൊളാണ്ടിന്റെ വെള്ളമാണ്, അല്ലെങ്കിൽ കക്കരിക്ക ജ്യൂസ് ആയിരുന്നു. ഇതൊന്നും കുടിച്ച് അപ്പൊ ഉമ്മാന്റെ സ്പെഷ്യലായിട്ട് ഒരാഴ്ച ഒന്നാണെങ്കിൽ പറഞ്ഞു എന്റെ സൗന്ദര്യക്കൂട്ട് ഞാൻ കലക്കി തരാം. എന്താ ചോദിച്ചപ്പം നമുക്ക് കലക്കി തന്നാരാണ്. ഇതായിരുന്നു ഉമ്മാന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം. ഇപ്പോഴാണ് പൂവപ്പൊടി. വേനൽക്കാലത്ത് ഇത് ദാഹത്തിനൊക്കെ പാല് വേണമല്ലേ, തേങ്ങാപ്പാല്, ഏലക്കായ. 10 മണിക്ക് ഇപ്പൊ കഞ്ഞിയൊന്നും കുടിച്ചില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ വേണം. ഇല്ലെങ്കിലല്ലേ നമുക്ക് പിന്നെ പെട്രോൾ ഉണ്ടെങ്കിലല്ലേ ഓടാൻ കഴിയുള്ളൂ വണ്ടി. അസുഖം വന്ന് തളരുന്നതിന്റെ മുന്നേ നമ്മളെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കുക. അതേ സമയത്ത് നമ്മൾ അധ്വാനിക്കാതെ ഇങ്ങനെ കുത്തുന്നാട് കിടന്നുറങ്ങാന്നല്ല അതിൻ്റെ തിയറി. ആവശ്യത്തിനില്ല അധ്വാനങ്ങൾ വിയർക്കാൻ നമ്മൾ ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ റെസ്റ്റും വേണം. മല മറക്കരുത്. ആവോളം എടുത്താൽ ചാവോളം എടുക്കുക എന്നാ പറയല്. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് പഴമൊഴികൾ. നല്ല ഭക്ഷണം തിന്നണമെങ്കിൽ നമ്മൾ നല്ലോണം അധ്വാനിക്കണം. എങ്ങനെ തീമലില്ല, ചൂടില്ല, ഇങ്ങനെ ഗ്യാസാണ്, അത് എളുപ്പമല്ല അറിയാവുന്നതല്ല. നമ്മൾ ശരിക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പണിയുണ്ട്. ഒരു ദിവസം എല്ലാം. അപ്പം നമ്മുടെ ഗുലാം ജാമിൻ്റെ മാവ് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഇതാ ബലൂൺ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഈ ഒരു മാവ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പാൽപ്പൊടിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ടെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ നമ്മൾ ആ ഒരു മാവ് ഇതാ കുഞ്ഞ് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 2 പാക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇത്ര ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാക്കറ്റ് എടുത്താൽ മതി. എന്നാൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. ഞാൻ പിന്നെ ഇവിടെ എത്ര ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഏകദേശം എല്ലാം ഫിനിഷ് ആക്കും ഉമ്മ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു മാവ് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗുലാം ജാമ് ഇഷ്ടപ്പെടുന്നോലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തോലായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇത്രയും സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഷുഗർ സിറപ്പ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ചതിന് ശേഷം നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗുലാം ജാമിൻ്റെ ഇത് ജസ്റ്റ് അതിൽ ഇട്ട് കൊടുക്കുക. സംഭവം പെട്ടെന്ന് ആവട്ടോ, കാരണം ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ബ്രൗൺ നിറാകുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാം ജാം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഭയങ്കര ടേസ്റ്റാണ്. നല്ല സോഫ്റ്റും ഉണ്ട്. ചില ആൾക്കാർക്കുണ്ടോ ഇങ്ങനെ ഉണ്ടാക്കും സോഫ്റ്റ് കുറവുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സിറപ്പിൽ ഇടുന്നതിന് മുന്നേ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഇങ്ങനെയുണ്ട്. ഇത്ര സിമ്പിൾ അല്ല ഉണ്ടാക്കാൻ. അടിപൊളിയല്ലേ? അടിപൊളിയായും ചെയ്ത് ഇതായും ചെയ്ത്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഗുലാം ജാമിലേക്ക് ആ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിറപ്പിൽ ഇട്ട് വെച്ചാലും മതി. ഞാനിങ്ങനെ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ആ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കഴിച്ചു തന്നെ നല്ല സോഫ്റ്റ്. കണ്ടില്ല, ഞാനിത് പൊടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ നിൽക്കും കേട്ടോ ഈ ഒരു ഗുലാം ജാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉമ്മാക്ക് ഇന്ന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തപ്പോൾ. അപ്പോൾ ഉമ്മാൻ്റെ ഒരു ആഗ്രഹം പോലെ നമ്മളിത് ഉണ്ടാക്കി അപ്പോൾ ഇതാ നമ്മൾ ഗുലാം ജാമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പുറത്തിരുന്നപ്പോൾ ഉമ്മ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായത് ആ മുത്താരി വെള്ളം ഇതാ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. ക്ഷീണം മാറാനും നമുക്ക് രക്തോട്ടത്തിനും എല്ലാത്തിനും നല്ല ഗുണമുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന സംഭവമാണല്ലേ മുത്താരി. എനിക്കും പീടിയത്തെ ജ്യൂസിനായിട്ട് തന്നു. പീടിയത്തെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ്. എത്ര ഇതിന്? ചുളാണ്ടിപ്പോൾ കൊണ്ടുവന്ന് അത് പാല്, നല്ല പാല്, തോനെ പാല് വരിക, ഏലക്കായ ഇടുക, ശർക്കരയും കൂടുതൽ മധുരം ഇടരുത്. രണ്ട് പാല് തിളച്ചിട്ട് ഇത് കലക്കി പാർന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി വേവിക്കുക. എന്നാൽ നല്ല ടേസ്റ്റാണ്.
നിങ്ങൾ കുടിച്ചു? ഞാൻ കുടിച്ചു. സാധാരണ ഇങ്ങനത്തെ ഒന്നും കുടിക്കല് കാണുന്നില്ലല്ലോ. ഇത് പിന്നെ ഞാൻ ഉണ്ടാക്കിയല്ലേ. അത് മറ്റേ ഇങ്ങനെ പീടിയുന്ന ആ തണുത്ത ജ്യൂസൊക്കെ വേറെ കുടിച്ചു മൊത്തിച്ചോ ഒരടങ്ങാറാ. കുടുങ്ങിയ എന്തും കുടിക്കൂലേ? കട്ടൻ ചായ പിന്നെ എവിടെ പോയതോ? അതില്ല, അങ്ങനെയൊന്നുമില്ല. അത് ഒരു ഇഷ്ടമാണ്. നേരിയ മധുരത്തിൽ ഒരു പാൽ വരാത്ത കട്ടൻ. അത് കിട്ടിയാൽ ചോറ് കഴിച്ചതിന് പകരം എലിയും ടൂർ പോയാലേ പേടി തന്നെ. ഇപ്പം അതാ കട്ടൻ ചായ. ടൂറ് പോകാൻ തന്നെ പേടി. കട്ടൻ ചായ അരച്ചിട്ട് ഒന്ന് കേട്ട് നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടാവും അങ്ങനെ കട്ടൻ ചായ മേടിച്ചിട്ട് ടൂർ. ആ കട്ടൻ ചായ ഒരു ഇതാണ്, ഒരു ലഹരിയായിന് ഞാൻ അതിന്. മനസ്സിലായോ? അത് ലഡും കിട്ടിയ അന്നത്തെ ദിവസം കുഷാറായി. ലഡും കട്ടൻ കുറച്ച് മധുരമുള്ള എന്തെങ്കിലും ഗുലാഞ്ചാമായാലും മതി. അപ്പം നീ കൊടുന്നേന് അല്ല പൂന്തി. അതൊക്കെ ഒരു രസമാണ്. ഫ്രൂട്ട്സിനേക്കാളൊക്കെ രസമുള്ള സാധനമാണ്. പിന്നെ ചോറും അല്ല മീൻകറി എപ്പം ഉണ്ടായാലും ഏത് നേരം ചോറുന്നു. 4 മണിക്ക് ചോറുന്നു, ഉച്ചക്ക് ചോറുന്നു. ഓരോരോ കയ്യിൽ ഒരു പ്ലേറ്റ് ചോറ് 4 നേരമൊക്കെ തിന്നു. മനസ്സിലായോ? കുട്ടികളെ മാതിരിയാ. ലിമിറ്റൊന്നുമില്ല അതിന്. കൊടുത്തോ? അല്ല, അതാണ് ഇനിയുണ്ട്. എടുത്തു.